ورتل القرآن ترتيلا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസുബ്ഹാനല്ലാഹിൽ അളീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അൽ ഇസ്തിആദ എന്ന വിഷയമാണ്. ഇസ്തിആദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഊദ് ചൊല്ലുക എന്നാണ്. നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അഊദ് ചൊല്ലാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമതായും അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫഇദാ ഖറഅതൽ ഖുർആൻ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നീ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ആട്ടിയോടിക്കപ്പെട്ട ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ശൈത്താനിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടണം, കാവൽ ചോദിക്കണം എന്നാണ്. ഈ ഒരു ആയത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അഊദ് ചൊല്ലുക എന്നത് നിർബന്ധമാണ് എന്നാണ്. അഊദ് ചൊല്ലാതെ ഖുർആൻ ആരംഭിച്ചാൽ കുറ്റകരമാണ് എന്നതാണ്. കാരണം ഖുർആനിൽ അള്ളാഹു നീ അള്ളാഹുവിനോട് ശരണം തേടണം, പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കണമെന്ന് കൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കൽപ്പന വന്നതുകൊണ്ട് തന്നെ അത് നിർബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നിർബന്ധമാണ് എന്നാണ് ഒരു പറ്റം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, അഊദ് ചൊല്ലുക എന്നത് സുന്നത്താണ് എന്നാണ്, നിർബന്ധമൊന്നുമല്ല. ഒരാൾ ചൊല്ലാതെ ഖുർആൻ ആരംഭിച്ചാൽ കുറ്റകരമൊന്നുമല്ല, എന്നാൽ സുന്നത്താണ്, പ്രതിഫലാർഹമാണ് എന്നാണ് രണ്ടാമത്തെ ഒരു അഭിപ്രായം. രണ്ടാമതായി പറഞ്ഞ സുന്നത്താണ് എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഏറ്റവും പ്രബലമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അഭിപ്രായം അത് തന്നെയാണ്. ആ അടിസ്ഥാനത്തിൽ ഒരാൾ ഔദ് ചൊല്ലാതെ നേരെ ഖുർആൻ പാരായണം ചെയ്താൽ കുറ്റക്കാരനാവുകയില്ല. എന്നാൽ പോലും ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ളത്, ഖുർആനോട് കാണിക്കുന്ന മര്യാദയുടെ ഒരു ഭാഗമെന്ന് പറയുന്നത് ഔദ് ചൊല്ലിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നത് തന്നെയാണ്. ഇതാണ് അതിൻ്റെ മതവിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അഊദ് ചൊല്ലുക എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ചൊല്ലാറുള്ളത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഒരു രൂപമാണ്. എന്നാൽ ഇതല്ലാത്ത വേറെയും ഒന്ന് രണ്ട് രൂപങ്ങൾ ഇതിന് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു രൂപം അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. മൂന്നാമത്തെ ഒരു രൂപം അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി എന്നാണ്. ഈ മൂന്ന് രൂപത്തിലും ഒരാൾക്ക് ഔദ് ചൊല്ലാവുന്നതാണ്. മാറി മാറി ചൊല്ലുന്നതും നല്ലതാണ്. എന്നാൽ ഖുർആനിൻ്റെ പദങ്ങളോട് കൂടുതൽ യോജിച്ചിട്ടുള്ളത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ സാധാരണ പറയാനുള്ള ആ ഒരു രൂപം തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ഇതിലേത് വേണമെങ്കിലും ഒരാൾക്ക് തിരഞ്ഞെടുക്കാമെന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഔദ് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. അടുത്തത് ബിസ്മിയാണ്. ബിസ്മിയുമായി ബന്ധപ്പെട്ട ഹുക്കുമുകളും മറ്റു കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.